ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റോംബസ് സയൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ടി വി വേഴ്സസ് പ്രൊജക്ടർ. നിങ്ങളുടെ ഹോം തിയേറ്ററിന് ഏതാണ് ശരിക്കും ചേർന്നത്? വെറുതെ പൈസ കളയുന്നതിന് മുമ്പ് ഇതൊന്ന് കേട്ടു നോക്കുക. അപ്പോൾ നിങ്ങളൊരു ഹോം തിയേറ്റർ സെറ്റപ്പ് ചെയ്യാൻ തീരുമാനിച്ചു. അതുവഴി സിനിമാറ്റിക് എക്സ്പീരിയൻസ് ലഭിക്കുകയും വേണം. അതായത് ബിഗ് സ്ക്രീൻ, ഇമേഴ്സീവ് വിഷ്വൽസ്, പവർഫുൾ സൗണ്ട് ഇവയൊക്കെയാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഈ അവസരത്തിൽ ആദ്യം ഉയരുന്ന കൺഫ്യൂഷൻ എന്തായിരിക്കും? പ്രൊജക്ടർ വാങ്ങണോ അതല്ലെങ്കിൽ വലിയൊരു ടി വി മതിയാകുമോ? ഇതായിരിക്കും നിങ്ങളുടെ സംശയം. യൂട്യൂബ് തുറന്നാൽ ഒരാൾ പറയും പ്രൊജക്ടർ വാങ്ങുക, മറ്റൊരാൾ പറയും ടി വിയാണ് വളരെ നല്ലത്. ഇതിലാരാണ് ശരി? ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പേഴ്സണൽ ഒപ്പീനിയൻ പറയില്ല, ബ്രാൻഡ് പ്രൊമോഷൻ ഇല്ല, ഒരു സാങ്കേതിക വിദ്യയോടും എമോഷണൽ അറ്റാച്ച്മെൻറ്റും ഇല്ല. സയൻസ് ഓഫ് ഹ്യൂമൻ വിഷൻ, ഡിസ്പ്ലേ ടെക്നോളജി, റിയൽ വേൾഡ് യൂസേജ് ഡാറ്റ ഇവയായിരിക്കും നാം ഉപയോഗപ്പെടുത്തുന്നത്. അവസാനം നിങ്ങളുടെ മുറിക്കും ഉപയോഗത്തിനും ഏതാണ് അനുയോജ്യമെന്ന് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാൻ കഴിയും. ആദ്യം അടിസ്ഥാനപരമായി ടി വി, പ്രൊജക്ടർ ഇവ തമ്മിലുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഇമേജ് ക്രിയേഷനാണ് ടി വിയുടെയും പ്രൊജക്ടറിൻ്റെയും മുഖ്യമായ ധർമ്മം. എന്നാൽ ഇവ രണ്ടും ഇമേജ് നിർമ്മിക്കുന്നത് ഒരേ രീതിയിലല്ല. ടി വി എന്നത് ഒരു സെൽഫ് എമിസീവ് അല്ലെങ്കിൽ ബാക്ക്ലിറ്റ് ഡിസ്പ്ലേ ആണ്. സ്ക്രീനിലുള്ള പിക്സൽസ് വഴി ലൈറ്റ് നേരിട്ട് പ്രകാശ സ്രോതസ്സിൽ നിന്നും നിങ്ങളുടെ കണ്ണിലേക്ക് എത്തുന്നു. എന്നാൽ പ്രൊജക്ടറിൽ ലൈറ്റ് പുറത്തേക്ക് വന്ന് ഇമേജ് സ്ക്രീനിൽ രൂപപ്പെട്ടതിന് ശേഷം അതിൽ നിന്ന് ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്തിട്ടാണ് നിങ്ങളുടെ കണ്ണിലെത്തുന്നത്. അതായത് പ്രൊജക്ടർ ഇൻഡയറക്റ്റ് ലൈറ്റാണ് നൽകുന്നത്, എന്നാൽ ടി വി ആകട്ടെ ഡയറക്റ്റ് ലൈറ്റും. ഈ കാരണം കൊണ്ടാണ് ഇമേജ് ക്വാളിറ്റി, ബ്രൈറ്റ്നസ്, കോൺട്രാസ്റ്റ്, ഇൻസ്റ്റലേഷൻ രീതി ഇവയെല്ലാം വ്യത്യസ്തമായിരിക്കുന്നത്. ടി വി സ്ക്രീൻ കറുപ്പാണ്, പ്രൊജക്ടർ സ്ക്രീൻ വെളുത്തതാണ്. അവിടെ തന്നെ വ്യത്യാസം ആരംഭിക്കുന്നു. ആദ്യം നമുക്ക് ഇവയുടെ ബ്രൈറ്റ്നസ്സിനെ കുറിച്ച് ചർച്ച ചെയ്യാം. ബ്രൈറ്റ്നസ് എന്നത് ഡിസ്പ്ലേ ക്വാളിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. ടി വികളിൽ ബ്രൈറ്റ്നസ് അളക്കുന്നത് നിറ്റ്സ് എന്ന യൂണിറ്റ് ഉപയോഗിച്ചാണ്. മോഡേൺ ടി വികളിൽ ഇത് 600 നിറ്റ്സ് മുതൽ 1500, 2000 നിറ്റ്സ് വരെ ആകാം. നിറ്റ്സ് മെഷർ ചെയ്യുന്നത് സ്ക്രീനിൽ നിന്ന്, അതായത് ഒരു പ്രത്യേക പ്രതലത്തിൽ നിന്നും പുറത്തേക്ക് വരുന്ന ലൈറ്റ് ഇൻറ്റൻസിറ്റിയാണ്. എപ്പോഴും ഉയർന്ന നെറ്റ് വാല്യൂയുള്ള ടി വി തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. പ്രൊജക്ടറുകളിൽ ബ്രൈറ്റ്നസ് അളക്കുന്നതിന് ലൂമൻ എന്ന യൂണിറ്റാണ് ഉപയോഗിക്കുന്നത്. 2000 ലൂമൻ, 3000 ലൂമൻ എന്നൊക്കെയാണ് നാം പറയുന്നത്. പ്രൊജക്ടർ പോലുള്ളവ ലൈറ്റ് സോഴ്സിൽ നിന്ന് പുറത്തു വരുന്ന മൊത്തം ലൈറ്റ് ഇൻറ്റൻസിറ്റിയാണ് മെഷർ ചെയ്യുന്നത്. അതിനെയാണ് നാം ലൂമൻ എന്ന് പറയുന്നത്. പ്രാക്ടിക്കൽ ഇഫക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡേ ലൈറ്റിൽ കർട്ടൻ മാറ്റിയ തുറന്ന റൂമിലും ഉയർന്ന നിറ്റ്സ് വാല്യൂള്ള ടി വി പിക്ചർ ക്ലാരിറ്റി മെയിൻറ്റെയിൻ ചെയ്യും. കളേഴ്സ് വളരെ പഞ്ചിയായിരിക്കും, ഡീറ്റെയിൽസ് ഷാർപ്പുമായിരിക്കും. അതേ അവസരത്തിൽ വെളിച്ചമുള്ള മുറിയിൽ പ്രൊജക്ടർ ഇമേജ് വാഷ്ഡ് ഔട്ടായിട്ട് തോന്നും, ബ്ലാക്ക് ഗ്രേ ആയി മാറും, കോൺട്രാസ്റ്റ് കുറവുമായിരിക്കും. പ്രൊജക്ടർ മോശമായതുകൊണ്ടല്ല ഇത് സംഭവിക്കുന്നത്. പ്രതിഫലിച്ച പ്രകാശത്തിൽ നിന്നുമാണ് ഇമേജ് നാം കാണുന്നത്. ആംബിയൻ്റ് ലൈറ്റ് ഉണ്ടായാൽ സിൽവർ സ്ക്രീനിന് ഇമേജ് അങ്ങനെ മാത്രമേ കാണിച്ചു തരാൻ കഴിയൂ. അപ്പോൾ നല്ല ഇരുണ്ട മുറിയായിരിക്കുക എന്നുള്ളതാണ് ഏക പരിഹാര മാർഗം. പ്രകാശം നിറഞ്ഞ റൂമുകളിൽ എന്ത് തന്നെയായിരുന്നാലും ടി വി തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. ഇനി നമുക്ക് കോൺട്രാസ്റ്റ് നോക്കാം. കറുപ്പ് എത്ര കണ്ട് ഇരുണ്ടതാണ്, വെളുപ്പ് എത്രത്തോളം ബ്രൈറ്റാണ്, ഇതിൻ്റെ അളവാണ് കോൺട്രാസ്റ്റ്. കോൺട്രാസ്റ്റ് റേഷ്യോ എന്നത് ബ്രൈറ്റസ്റ്റ് വൈറ്റിനും ഡാർക്കസ്റ്റ് ബ്ലാക്കിനും ഇടയിലുള്ള ഡിഫറൻസ് ഒരു അനുപാതമായി പ്രസ്താവിക്കുന്നതാണ്. ഉദാഹരണമായി 10,000:1 അല്ലെങ്കിൽ 1,00,000:1. മിനി LED, OLED എന്നിവയിൽ ഇത് ഇൻഫിനിറ്റി വരെ ആകാം. അതായത് കിട്ടുന്ന ബ്ലാക്ക് ട്രൂ ബ്ലാക്ക് ആയിരിക്കും എന്നർത്ഥം. മോഡേൺ ടി വികളിൽ ബ്ലാക്ക് ലെവൽ നന്നായി കൺട്രോൾ ചെയ്യാൻ കഴിയും. പിക്സൽസ് ഓഫ് ആകുമ്പോൾ നല്ല ബ്ലാക്ക് എഫക്റ്റ് കിട്ടും. പ്രൊജക്ടറിൽ ബ്ലാക്ക് എന്നത് സ്ക്രീനിൽ ലൈറ്റ് ഇല്ലാത്ത അവസ്ഥയാണ്. റൂം കംപ്ലീറ്റ്ലി ഡാർക്ക് അല്ലെങ്കിൽ പെർഫെക്റ്റ് ബ്ലാക്ക് അസാധ്യമാണ്. അതുകൊണ്ടാണ്
പ്രൊജക്ടർ മാനുഫാക്ചറേഴ്സ് ക്ലെയിം ചെയ്യുന്ന മാസീവ് കോൺട്രാസ്റ്റ് നമ്പേഴ്സ് റിയൽ എക്സ്പീരിയൻസിൽ നമുക്ക് ലഭിക്കാത്തത്. ഡാർക്ക് റൂമിൽ പ്രൊജക്ടർ സിനിമാറ്റിക് ഫീൽ നൽകും. ബ്രൈറ്റ് റൂമിൽ സാധാരണ LED TV പോലും പ്രൊജക്ടറിനേക്കാൾ നല്ല ക്ലിയർ ഇമേജ് നൽകും. നല്ല കോൺട്രാസ്റ്റ് ഉള്ള പ്രൊജക്ഷൻ സിനിമ വേണമെങ്കിൽ ലേസർ പ്രൊജക്ടറുകളും പ്രത്യേകമായി നിർമ്മിച്ച സ്ക്രീനുകളും, ആ സ്ക്രീനുകൾ ആംബിയൻ്റ് ലൈറ്റ് റിജക്റ്റിംഗ് സ്ക്രീൻ എന്നാണ് വിളിക്കുന്നത്, ഇവ വേണ്ടിവരും. പക്ഷേ അതിന് നാം ചിലവിടേണ്ടി വരുന്ന തുക വളരെ കൂടുതലായിരിക്കും. ALR സ്ക്രീനുകളും ലേസർ പ്രൊജക്ടറുകളും വളരെ എക്സ്പെൻസീവാണ്. ഇവിടെയും കുറഞ്ഞ ചിലവിൽ ആംബിയൻ്റ് ലൈറ്റ് ഉണ്ടെങ്കിലും വിജയി TV തന്നെയാണ്, യാതൊരു സംശയവുമില്ല. പ്രൊജക്ടർ ഇമേജ് സൈസ് നിങ്ങളുടെ റൂം സൈസ് അനുസരിച്ച് ചെറുതാക്കുകയോ വലുതാക്കുകയോ ചെയ്യാം. അതായത് 80 ഇഞ്ച് ഇമേജ് ബെഡ്റൂമിലും 150 ഇഞ്ച് സൈസ് ലിവിംഗ് റൂമിലും നിങ്ങൾക്ക് പ്രൊജക്ടർ വഴിയാക്കാൻ കഴിയും. അത് നിങ്ങളുടെ ചോയ്സാണ്. എന്നാൽ TV ഇമേജ് സൈസ് ഫിക്സ്ഡ് ആണ്. അത് സ്ക്രീനിൻ്റെ സൈസ് ആയിരിക്കും. TVകളിൽ 65 ഇഞ്ച്, 75 ഇഞ്ച്, 85 ഇഞ്ച് പ്രാക്ടിക്കൽ ലിമിറ്റാണ്. മാനുഫാക്ചറിങ് കോസ്റ്റ്, റൂം സൈസ്, മൗണ്ടിങ് കൺസ്ട്രെയിൻസ്, ലോജിസ്റ്റിക്സ് ഇവയെല്ലാം കാരണമാണ് ഇത് സംഭവിക്കുന്നത്. സ്ക്രീൻ സൈസ് പ്രൊജക്ടറിൻ്റെ സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് ആണ്. പ്രൊജക്ടറിൽ 100 ഇഞ്ച്, 120 ഇഞ്ച്, 150 ഇഞ്ച് എന്നീ സ്ക്രീൻ സൈസുകൾ ഈസി ആയിട്ട് നമുക്ക് നേടാൻ കഴിയും. എന്തിന് 300 ഇഞ്ച് പോലും സാധ്യമാണ് പ്രൊജക്ടറിൽ. 75 ഇഞ്ചിന് മുകളിൽ പോകുമ്പോൾ TVയുടെ വില ഗണ്യമായി കൂടുന്നു. ഹ്യൂമൻ വിഷൻ സയൻസ് പറയുന്നത് സ്ക്രീൻ സൈസ് ഇൻക്രീസ് ചെയ്താൽ ഡ്രമാറ്റിക്കലായിട്ട് ഇമേർഷൻ കൂടുമെന്നുള്ളതാണ്. പക്ഷേ വലിയ സ്ക്രീൻ എന്നത് മാത്രം ക്വാളിറ്റി ഗ്യാരണ്ടി ചെയ്യുന്നില്ല. ലോ റെസൊല്യൂഷനുള്ള പ്രൊജക്ടറിൽ 100 ഇഞ്ച് സ്ക്രീനിൽ പ്രൊജക്റ്റ് ചെയ്താൽ ഇമേജ് പിക്സലേറ്റ് ആയിരിക്കും, ഷാർപ്പ്നെസ് കുറയും. റെസൊല്യൂഷൻ, വ്യൂയിങ് ഡിസ്റ്റൻസ്, റൂം സൈസ് ഇവയെല്ലാം ബാലൻസ് ചെയ്തിരിക്കണം. സ്ക്രീൻ സൈസിൻ്റെ കാര്യത്തിൽ തീർച്ചയായും പ്രൊജക്ടർ മുന്നിട്ട് നിൽക്കുന്നു. ഇനി നമുക്ക് ഓഡിയോ ആൻഡ് ഇൻസ്റ്റലേഷൻ ഇത് നോക്കാം. ഓഡിയോ എന്നത് ഹോം തിയേറ്റർ എക്സ്പീരിയൻസിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്, നിങ്ങൾക്കറിയാം. TVകളിൽ സ്പീക്കേഴ്സ് ബിൽറ്റിനാണ്. എന്നാൽ പല ഹൈ എൻഡ് പ്രൊജക്ടറുകളിലും എക്സ്റ്റേണൽ ഓഡിയോ സിസ്റ്റം പ്രതീക്ഷിക്കുന്നു. ചെലവ് കൂടിയ പ്രൊജക്ടറുകളിൽ ഡോൾബി അറ്റ്മോസ് സപ്പോർട്ടിംഗ് ഓഡിയോ വിത്ത് സ്പീക്കേഴ്സ് ഉണ്ട് എന്ന് ഞാൻ വിസ്മരിക്കുന്നില്ല. പക്ഷേ അവയുടെ വില വളരെ കൂടുതലാണ്. AVR സ്പീക്കർ സെറ്റപ്പ് പ്രൊജക്ടറിൽ അനിവാര്യമാണ്. അതിനാൽ പ്രൊജക്ടർ സെറ്റപ്പ് പ്ലഗ് ആൻഡ് പ്ലേ ആകണമെന്നില്ല. മിക്കപ്പോഴും അതിനു വേണ്ട ഒരു എക്കോ സിസ്റ്റം നാം ഉണ്ടാക്കിയെടുക്കേണ്ടി വരും. സ്ക്രീൻ, സൗണ്ട്, റൂം ട്രീറ്റ്മെൻറ്റ് ഇവയെല്ലാം നമുക്ക് ഒരുമിച്ച് പ്ലാൻ ചെയ്യേണ്ടി വരും. TV ഇൻസ്റ്റലേഷൻ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയും. അതായത് ഒരു പ്രൊജക്ടർ ബെറ്റർ പ്ലാനിംഗ് ആവശ്യപ്പെടുന്നു. മെയിൻ്റനൻസ്, ലൈഫ് സ്പാൻ ഇവ കൂടി നമുക്കൊന്ന് പരിഗണിക്കണം. TVകൾ സാധാരണയായി 5 തൊട്ട് 7 വർഷം വരെ വർക്ക് ചെയ്യും. എന്നാൽ ലാമ്പ് ബേസ്ഡ് പ്രൊജക്ടേഴ്സിൽ ലാമ്പിൻ്റെ ലൈഫ് സ്പാൻ ലിമിറ്റഡ് ആണ്. യൂസേജ് അവേഴ്സ് ഒരു പ്രശ്നം തന്നെയാണ്. ലേസർ പ്രൊജക്ടേഴ്സിൻ്റെ ലൈഫ് സ്പാൻ നന്നായി കൂടിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു അവയുടെ കോസ്റ്റ് വളരെ കൂടുതലാണ്. LED, QLED TVകൾക്ക് ടിപ്പിക്കലി ഒരു 7 തൊട്ട് 10 വർഷം വരെ അല്ലെങ്കിൽ 50,000 അവേഴ്സ് പ്ലസ് ലൈഫ് ഉണ്ടായിരിക്കും. ലാമ്പ് ബേസ്ഡ് ആയിട്ടുള്ള പ്രൊജക്ടറുകളിൽ ബൾബുകൾ 2000 മുതൽ 5000 മണിക്കൂർ കഴിഞ്ഞാൽ മാറ്റേണ്ടി വരും. അത് വളരെ ചിലവേറിയതാണ്. മോഡേൺ ലേസർ പ്രൊജക്ടറുകൾ 20,000, 30,000 മണിക്കൂറുകൾ അതിന് മുകളിലും പ്രവർത്തിക്കാൻ പ്രാപ്തമായിട്ടുള്ളവയാണ്. ചീപ്പ് പ്രൊജക്ടേഴ്സ് നിങ്ങൾ ആമസോണിലും മറ്റും നോക്കിയാൽ അവൈലബിൾ ആണ്. ദയവായി ഇ-കൊമേഴ്സ് സൈറ്റുകളിൽ കാണപ്പെടുന്ന ചീപ്പ് പ്രൊജക്ടേഴ്സ് വാങ്ങി നിങ്ങൾ വഞ്ചിതരാകരുത്. അവയുടെ സ്പെസിഫിക്കേഷൻസ് എല്ലാം ഊതി വീർപ്പിച്ചതാണ്. ബ്രാൻഡഡായ പ്രൊജക്ടറുകൾ മാത്രം വാങ്ങുക. ഇനി ചില ചോദ്യങ്ങൾ, അതിനുള്ള ഉത്തരവ്. പ്രൊജക്ടറുകൾ TVയേക്കാൾ നല്ലതാണോ? ഇത് നിങ്ങളുടെ താല്പര്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ലാർജ് സ്ക്രീൻ സൈസ് വിത്ത് ഇമ്മേഴ്സീവ് സിനിമാറ്റിക് ഇഫക്റ്റ് വേണമെങ്കിൽ പ്രൊജക്ടർ നല്ലത് തന്നെയാണ്. മാത്രമല്ല അത് പോർട്ടബിൾ കൂടിയാണ്. വെളിച്ചമുള്ള സ്ഥലമാണെങ്കിൽ വലിയ സ്ക്രീൻ വയ്ക്കാനുള്ള സൗകര്യമില്ല എങ്കിൽ TVയാണ് ഏറ്റവും ഉചിതം.
ടി വി നല്ല ബ്രൈറ്റ്നസ് നൽകും, ആംബിയൻ്റ് ലൈറ്റ് ഉണ്ടെങ്കിൽ പോലും. അടുത്ത ചോദ്യം, പ്രൊജക്ടർ കണ്ണിന് നല്ലതാണോ? ഉത്തരം തീർച്ചയായും കണ്ണിന് നല്ലതാണ്. ഇവിടെ ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്തു വരുന്നതിനാൽ നേരിട്ട് ടി വിയിൽ നിന്ന് വരുന്ന ലൈറ്റിനെ പോലെ കണ്ണിനെ ക്ഷീണിപ്പിക്കില്ല. റിഫ്ലക്ടർ ലൈറ്റ് സോഫ്റ്റ് ലൈറ്റാണ്. അതുകൊണ്ട് പ്രൊജക്ടർ ലൈറ്റാണ് ടി വി ലൈറ്റിനേക്കാളും കണ്ണിന് നല്ലത്. അടുത്ത ചോദ്യം, പ്രൊജക്ടർ സ്മാർട്ട് ടി വിക്ക് പകരമാകുമോ? ശരിയായ പ്രൊജക്ഷന് വേണ്ട റൂം സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ 4K റെസൊല്യൂഷനുള്ള സ്മാർട്ട് ഫീച്ചേഴ്സുള്ള പ്രൊജക്ടേഴ്സ് ലഭ്യമാണ്. അവയ്ക്ക് സ്മാർട്ട് ടി വിക്ക് പകരം നിൽക്കാൻ കഴിയും. ഇവയ്ക്കും ബാഹ്യമായ സ്ട്രീമിംഗ് ഡിവൈസ് ഇല്ലാതെ തന്നെ സ്ട്രീം ചെയ്യാൻ കഴിയും. നെറ്റ്ഫ്ലിക്സ്, പ്രൈം വീഡിയോ, HBO Max, ആപ്പിൾ TV, ഡിസ്നി പ്ലസ് ഇങ്ങനെയുള്ള ആപ്പുകളെല്ലാം പ്രൊജക്ടർ വഴി നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. വോയിസ് കൺട്രോൾ, വൈഫൈ, ബ്ലൂടൂത്ത് ഇവയും മോഡേൺ പ്രൊജക്ടറുകളിലുണ്ട്. ഗെയിമിംഗ് കൺസോളുകളുമായും ഇവയെ ബന്ധിപ്പിക്കാൻ കഴിയും. ഫോൺ, ടാബ്ലറ്റ്, PC അല്ലെങ്കിൽ മാക് ഇവയിൽ നിന്നും വയർലെസ് കാസ്റ്റിങ്ങും സാധ്യമാണ്. അതായത് ഒരു സ്മാർട്ട് ടി വി നൽകുന്ന എല്ലാ സൗകര്യങ്ങളും മോഡേൺ പ്രൊജക്ടറുകളും നൽകുന്നു. ഹോം തിയേറ്ററിന് ഏതാണ് ബെസ്റ്റ്? ശാസ്ത്രീയമായ ഉത്തരം ലളിതമാണ്. യൂണിവേഴ്സൽ ബെസ്റ്റ് എന്നൊന്നില്ല. ബെസ്റ്റ് ഫോർ യുവർ റൂം അത്രമാത്രമേ ഉള്ളൂ. ഡെഡിക്കേറ്റഡ് ഡാർക്ക് റൂം, നല്ല സ്ക്രീൻ, എക്സ്റ്റേണൽ സൗണ്ട് സിസ്റ്റം ഇവ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, ബഡ്ജറ്റ് ഒരു പ്രശ്നമല്ല എങ്കിൽ പ്രൊജക്ടർ എന്നത് ശരിയായ തീരുമാനം തന്നെയാണ്. ബ്രൈറ്റ് ലിവിംഗ് റൂം, മിക്സഡ് ഫാമിലി യൂസേജ്, ലളിതമായ ഇൻസ്റ്റലേഷൻ, ലിമിറ്റഡ് ബഡ്ജറ്റ് എന്നിവ നിങ്ങൾ അഭിമുഖീകരിക്കുന്നു എങ്കിൽ ലാർജ് സ്മാർട്ട് ടി വിയാണ് സ്മാർട്ട് ചോയ്സ്. ഹോം തിയേറ്ററിൻ്റെ ക്വാളിറ്റി ഡിസൈഡ് ചെയ്യുന്നത് സ്ക്രീൻ സൈസ് മാത്രമല്ല, റൂം ലൈറ്റിംഗ്, സീറ്റിംഗ് ഡിസ്റ്റൻസ്, ഓഡിയോ സെറ്റപ്പ്, കണ്ടന്റ് ക്വാളിറ്റി ഇവയെല്ലാം പ്രാധാന്യം അർഹിക്കുന്നു. അതുകൊണ്ട് പ്രൊജക്ടറാണോ ടി വി ആണോ ഏതാണ് നല്ലതെന്ന് ചോദിച്ചാൽ വീണ്ടും ഉത്തരം ഒന്നേ ഉള്ളൂ, നിങ്ങളുടെ റൂം, യൂസേജ്, ബജറ്റ് ഇവയാണ് ഏത് വേണമെന്ന് തീരുമാനിക്കുന്നത്. സയൻസ് ആൻഡ് ടെക്നോളജി കണ്ടന്റുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ദയവായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പ്രൊജക്ടറുമായി ബന്ധപ്പെട്ട സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ വളരെ നന്ദി, നമസ്കാരം.